ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എഫർക്ക ടെക്സോൺ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൻ്റെ മൾട്ടിവ്യൂ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞ സെക്ഷനിലെ 5ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ മൾട്ടിവ്യൂ പ്രൊജക്ഷൻ ഇപ്പോൾ ഓൾറെഡി നമ്മൾ വരച്ച് തുടങ്ങിയ ബേസിക്സ് പഠിച്ചു. അതുപോലെ സ്ട്രെയിറ്റ്, ഇൻക്ലൈൻഡ്, കേർവ്ഡിന് ലൈൻസ് നമ്മൾ എങ്ങനെ ജനറേറ്റ് ചെയ്യണം, എങ്ങനെ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂയിലേക്ക് കൊണ്ടുപോകണം അതൊക്കെ നമ്മൾ പഠിച്ചു. അതുകൊണ്ട് എക്സാമിനേഷൻ ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു. അതിൽ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ക്ലാസ് 5 നമുക്ക് ചെയ്യാൻ പോണത് പ്രീവിയസ് ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇതാണ് നമുക്ക് തന്ന ഫിഗർ. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ നമ്മൾ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാം. നമുക്ക് ഓൾറെഡി ഇതിൻ്റെ ബേസിക്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിലിപ്പം നമുക്ക് തന്നിരിക്കുന്ന വ്യൂ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താ നോക്കേണ്ടത്, സൈഡ് വ്യൂ ഏതാണെന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഓക്കെ, ഇവിടെ എഫ് ഉണ്ട്, ടി ഉണ്ട്, ഇവിടെ ആറും തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് റൈറ്റ് സൈഡ് വ്യൂ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് വ്യൂ ആണ് തന്നത്. റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കേണ്ടത് എവിടെയാണ്? ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റിലാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ഫ്രണ്ട് വ്യൂ ഒന്ന് വരച്ചു നോക്കാം. നമുക്ക് ആദ്യം ഇതിനൊന്ന് ചെരിച്ചിട്ട് നമുക്ക് നോക്കണം എങ്ങനെയാണ് ഫ്രണ്ട് വ്യൂ ഉണ്ടാവുക. ഓക്കെ, ഫ്രണ്ട് വ്യൂ നോക്കി നോക്കൂ. ഇവിടെ ഈ ഒരു നമുക്കിത് സൂം ചെയ്താൽ ഈ ഒരു 40 ഈ ലൈന് കാണും, ഇത് കാണും. ഓക്കെ, ഇവിടെ ഇത് സ്ലാൻറ്റിങ് ആയിട്ടുള്ള ലൈൻ, ഇൻക്ലൈൻ ലൈന് കാണുന്നുണ്ട്. പിന്നെ താഴേക്ക് ഈ ഒരു പോർഷൻ കാണുന്നില്ലേ, ഇത്രയും പോർഷൻ കാണുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ ഒരു സർഫസ് കാണുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു സർഫസ്. ഇതാണ് ഇവിടെ അല്ലേ, ഈ ഒരു സർഫസ് നിങ്ങൾക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് കാണുന്നത്. അത് ഇനി ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ചിരിച്ചു നോക്കാം. പക്ഷെ അത് കൂടാണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ 60 ഡിഗ്രി എന്നിട്ട് ചെരിഞ്ഞിട്ട് ലൈന് പോകുന്നുണ്ട്. സോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടെ എൻഡിലൊരു ലൈന് കാണും. അതെങ്ങനെയാണെന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ നിന്ന് ചിരിച്ചു നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. കണ്ടോ? ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോർഷൻസ് ഒന്ന് ഇതായിരുന്നു, ഒന്ന് ഇത് നമുക്ക് കാണുന്നുണ്ടോ, പിന്നെ ഇവിടെ ഒരു സർഫസ് കാണുന്നുണ്ടോ, പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സ്ലാൻഡിങ് സർഫസ്. കണ്ടോ, ഇവിടെ 60 ഡിഗ്രിയിൽ ചെരിഞ്ഞ് കിടക്കാനാണ് ഈ ലൈന് അല്ലേ. അപ്പോൾ അവിടെ നമുക്കൊരു സർഫസ് നമുക്ക് കാണും. അതെന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഈ ഭാഗം നോക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ആണ്. കണ്ടോ, ഈ ഒരു പോർഷൻ സ്ട്രെയിറ്റ് ആണ്. ഇപ്പോൾ സ്ട്രെയിറ്റ് ആയതുകൊണ്ടാണ്, കണ്ടോ, ഈ ഒരു ഭാഗം സ്ട്രെയിറ്റ് ആയതുകൊണ്ട് ഫ്രണ്ട് വ്യൂയിലേക്ക് പോയപ്പോൾ അത് ഒരു ലൈനായി മാറി. പക്ഷെ ഇവിടെ എന്താ, ഇൻക്ലൈൻഡ് ആണ് സർഫസ്. കണ്ടോ, ഇവിടെ ഈ ഒരു പ്ലെയിൻ ഇൻക്ലൈൻഡ് ആണ്. ആ ഇൻക്ലൈൻഡ് ലൈനെ നമുക്ക് എങ്ങനെയാണ് കാണാം? ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നമുക്ക് കാണാം അല്ലേ. ഇതാണ് ഇൻക്ലൈൻഡ് ലൈന്. ഇൻക്ലൈൻഡ് ലൈന് സ്ട്രെയിറ്റ് ആവുന്നത് കണ്ടോ, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് മാറി കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു സർഫസും കൂടെ നമുക്കിവിടെ കാണും. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം നോക്കാം. ആദ്യം ഫ്രണ്ട് വ്യൂ ഞാൻ ഈ ഒരു ഭാഗത്താണ് വരയ്ക്കുന്നത്. എങ്കിലേ ഉള്ളൂ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഫ്രണ്ട് വ്യൂവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കണം. അതുകൊണ്ട് ആദ്യം ഞാൻ ഇവിടെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. അവിടെ നമുക്കിവിടെ ഏറ്റവും ബേസിലുള്ള നമുക്ക് ലൈൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 150 തന്നിട്ടുണ്ട്. അതിൽ ഇത് ലൈൻ 50 ആണ്. ഈ മുകളിലേക്ക് ഈ ഒരു കട്ടിങ് 18 നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു 18 നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ വീണ്ടും 50 ആണ്, അതിവിടെ തന്നിട്ടുണ്ട്. കണ്ടില്ലേ, 50 തന്നിട്ടുണ്ട്. താഴേക്ക് 18 പിന്നെ ഇവിടെ 50. അപ്പോൾ നമുക്ക് താഴത്തെ ഒരു ലൈൻ നമുക്ക് വലിയൊരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് വരയ്ക്കാൻ കഴിയും. അപ്പോൾ അതാദ്യം നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഇവിടെ ഒരു 50, പിന്നെ മുകളിലേക്ക് ഒരു 18, പിന്നെ വീണ്ടും 50, താഴേക്കൊരു 18, പിന്നെ 50. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് ഇപ്പോൾ നമുക്ക് അതിൽ തന്നത്. ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്യാം നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ, ഇപ്പോൾ ആ ഒരു ഭാഗം വരച്ചു. ഇനിയിപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു 40 mm ലൈൻ, ഈ ലൈൻ കേട്ടോ, 40 mm ഈ ലൈൻ നമുക്കിവിടെ വരയ്ക്കാം. 40 അത് വരച്ചു. ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയില്ല. ഇവിടെ എത്ര
ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ താഴെയാണ് 50 ഉള്ളത്, അത് തന്നെയാണ് മുകളിലുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കിവിടെ 120 mm ലൈന് പോകുന്നുണ്ട് അല്ലേ. അതായത് ഈ ഒരു കോർണറിൽ നിന്നും ഏറ്റവും അറ്റത്തേക്കുള്ള കോർണറിലേക്ക് 120 mm ലൈന് അവിടെ പോകുന്നുണ്ട്. ഓക്കെ, അതുകൂടാണ്ട് ഈ ഒരു ലൈൻ കണ്ടോ, ഇവിടുത്തെ ഈ എഡ്ജിലുള്ള ഒരു കർസർ പോണ ഈ ലൈൻ, അതായത് ഞാൻ കാണിച്ചാൽ ഈ ലൈൻ, ഇതൊക്കെ കൂടെ നമുക്ക് കൂടിയിട്ട് മൊത്തം 75 ഒരു ലൈനായിട്ട് മാറി. തിരിച്ച് കാണിച്ചില്ല, ഞാൻ ഇപ്പോൾ ഇവിടെ വരെയാണ്, ഈ ലൈൻ വരെയാണ് ഞാൻ വരച്ചത്. ഇനി വരയ്ക്കാൻ പോണ ഈ ലൈനാണ്. പക്ഷേ രണ്ടും കൂടെ നമുക്ക് എന്താക്കാം, ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ ഒറ്റ ലൈനായിട്ടാണ് കാണുക. അപ്പോൾ മൊത്തം 75 ആണ് നമ്മുടെ ലെങ്ത്. ഞാൻ ഇവിടെ വരെ ഞാൻ വരച്ചിട്ടുണ്ട് 18, ബാക്കി 75ലേക്ക് നമുക്ക് എത്ര ഉണ്ടാവും, 47 ഉണ്ടാവും അല്ലേ. 47 57 ഉണ്ടാവും. ഓക്കെ, ഞാൻ ആ 57 ലൈന് വരയ്ക്കണം. ഓക്കെ, ഞാൻ ഏറ്റവും അറ്റത്ത് തന്നെ നിൽക്കുന്നത്, എനിക്ക് ഇവിടുന്ന് 75 ഡയറക്റ്റായിട്ട് വരയ്ക്കാം. ഞാനിവിടുന്ന് 75 എടുത്ത് വരച്ചു. 75 ഇപ്പോൾ ഏറ്റവും മുകളിലെത്തിയിരിക്കുകയാണ് അല്ലേ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 120 mm ആണ്, അതിവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 120 mm. അപ്പോൾ 120 ഞാൻ വരച്ചിട്ടേക്കാം. 120 വരച്ചു. താഴത്തേക്ക് ഇത് എത്ര ഉണ്ടാകും, താഴത്തേക്ക് എത്ര ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താക്കിയാൽ മതി, 40 ഇവിടെ വന്നിട്ട് മുട്ടിയിട്ടല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ലൈൻ ഇങ്ങനെ വരച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. എത്ര മെഷർമെൻറ്റ് ഉണ്ടാവും നിങ്ങൾ മൈനസ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഒരു ലൈന് കൂട്ടി വരയ്ക്കുക, എന്നിട്ട് ഇതിലേക്ക് നമുക്ക് മുട്ടിച്ചാലും മതി. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് ഇറേസ് ചെയ്ത് കളയും ചെയ്യാം. അപ്പോൾ അവിടെ കറക്റ്റായി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ലൈനാണ്, ഈ ലൈൻ. അപ്പോൾ ഈ ലൈന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ നമുക്ക് പറയാൻ പറ്റില്ല എത്ര ഉണ്ട് എന്നുള്ളത്, നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ലൈന് 120 ഉണ്ട്. ഓക്കെ, ഈ 20 കിട്ടിയാലും മതി. ഓക്കെ, നമുക്ക് അങ്ങനെ കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ 20ഉം ഇവിടെ 70ഉം തന്നതിനും കൂടെ നമുക്കിത് കൺസ്ട്രക്ട് ചെയ്ത് നമുക്ക് എടുക്കാം. പക്ഷേ തന്നിട്ടില്ലെങ്കിൽ, ഓക്കെ, നമുക്ക് ഈ ഒരു വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് അത് കിട്ടുന്നത് ടോപ്പിൽ നിന്നായിരിക്കും. ഓക്കെ, കണ്ടോ, നമുക്ക് ടോപ്പിൽ നമുക്ക് 60 ഡിഗ്രി എടുത്ത് വരയ്ക്കാൻ പറ്റുമോ, നമുക്ക് അവിടെ നിന്ന് ഈ ലൈനെ വരച്ചിട്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് ഏതെങ്കിലും ഡയമെൻഷൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് തൊട്ട മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് പോലെ സർക്കിളിൽ നമ്മൾ എന്താക്കി പ്രൊജക്റ്റ് ചെയ്തായിരുന്നു അല്ലേ. അതേപോലെ നമുക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ് കിട്ടും. അപ്പോൾ ഡയമെൻഷൻ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വേറെ വ്യൂവിൽ നിന്ന് നമുക്ക് പ്രൊജക്റ്റ് ചെയ്താൽ കിട്ടും എന്നുള്ള ഒരു ബോധം നമുക്ക് വേണം. ഓക്കെ, പക്ഷേ നമുക്ക് ഈ ഒരു ഫിഗറിൽ നമുക്ക് ഇവിടുന്ന് ഓൾറെഡി നമുക്ക് വാല്യൂസ് ഡയമെൻഷൻസ് തന്നിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഈ അറ്റത്ത് നിന്ന് 70, ഈ അറ്റത്ത് നിന്ന് 70 വിട്ടിട്ട് ഈ പോയിന്റ് കിട്ടും. ഇവിടെ നിന്ന് 20 വിട്ട് കഴിഞ്ഞാൽ ഈ പോയിന്റ് കിട്ടും. ഓക്കെ, ഇതാണ് 70, ഇതാണ് 20 കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് 70, ഇത് 20 വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോയിന്റ് കിട്ടും. നമുക്ക് രണ്ട് ലൈനായിട്ട് തന്നെ വരയ്ക്കാം. അപ്പോൾ ഇവിടെ നിന്ന് 70 ഒരു പോയിന്റ് ഞാൻ വരച്ച് അവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ ഒരു ലൈനോട് വെറുതെ ഇട്ട് വെച്ചേക്കാം, ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതേമാതിരി ഇവിടുന്ന് 20 ഇട്ടിട്ട് ഒരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി. ഇനി അതൊന്ന് താത്തിരി വരയ്ക്കുക, അതിലേക്ക് നമുക്ക് എന്താക്കുക, ഈ ലൈൻ കൊണ്ടുപോയി മുട്ടിച്ചാൽ മതി. ഇവിടെ നിന്നുള്ള ലൈന് ഇവിടെ കൊണ്ടുപോയിട്ട് മുട്ടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ലൈൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ 70 ഞാനിവിടെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവിടെ കൂടെ സ്ലാൻഡിങ് ലൈൻ വരണം. സ്ലാൻഡിങ് ലൈൻ എത്ര ആംഗിൾ നമുക്ക് തന്നിട്ടില്ല. നമുക്ക് വേറെ എന്തെങ്കിലും ഡാറ്റാസ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഇതുണ്ട്, ഇവിടെ നിങ്ങൾക്ക് തന്നത് ഉണ്ട്, ഈ ഒരു 30 mm ലൈൻ തന്നിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇവിടെ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ 30 എന്നുള്ള ലൈന് തന്നിട്ടുണ്ട് കണ്ടില്ലേ. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ 30 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പോയിന്റ് കിട്ടും. ഈ രണ്ട് പോയിന്റ് ചേർത്താൽ നമുക്ക് ആ സ്ലാൻഡിങ് ലൈനായി. ഓക്കെ, നമുക്കിവിടെ ഈ ചെറിയ ഡിസ്റ്റൻസ് നമുക്ക് 15, അതും നമുക്ക് നോക്കണം കേട്ടോ. ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 15 mm ആണുള്ളത് ഉണ്ടല്ലേ.
ഇവിടെ 15 mm ഉണ്ട്, ഉണ്ടല്ലേ, 15 mm ഉണ്ട്. ആ 15 mm ആയിരിക്കും ഈ ലൈൻ ഉണ്ടാവുക. അപ്പോൾ ഇവിടുന്ന് 15 വരച്ചു. വരച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞ 30. ഓക്കെ, 30 നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ലൈന് ഇവിടുന്ന് 15 ഞാൻ 15 ഞാൻ വരച്ചു. 15 ഇങ്ങോട്ടേക്ക് ഒരു ലൈന്, ഇതാണിത് 30 ഞാൻ വരച്ചു. അതാണ് ഈ 15ഉം 30. അപ്പോൾ നമുക്ക് 2 ലൈൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താക്കിയാൽ മതി, ലൈൻസ് തമ്മിൽ കൂട്ടിമുട്ടിച്ചാൽ മതി. ഓക്കെ, നമുക്ക് ഈ ലൈൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഇനി ഫ്രണ്ട് വ്യൂ നമുക്ക് ഇവിടെ വേറെ ഹിഡൻ ഓബ്ജക്ട്സ് ഒന്നുമില്ല. നമുക്ക് ഈ സ്ലോട്ട് നമുക്ക് കാണുന്നുണ്ട്, നമുക്ക് ഈ ഇൻക്ലൈൻ ലൈൻ ഇതൊക്കെ നമുക്ക് കാണുന്നുണ്ട്. അതിനെക്കൊണ്ട് നമുക്ക് വേറെ അവിടെ ഹിഡൻ ഓബ്ജക്ട്സ് ഒന്നുമില്ല. അത് തന്നെയാണ് നമ്മളുടെ ഫ്രണ്ട് വ്യൂ. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പ് വ്യൂ ഒന്ന് വരച്ച് നോക്കാം. ഇപ്പോൾ ടോപ്പ് വ്യൂ വരയ്ക്കുമ്പോൾ നിങ്ങൾ ആ ഒബ്ജക്റ്റ് നോക്കുന്നതിന് മുൻപ് നമ്മൾ എന്താക്കുക, പ്രൊജക്ഷൻ ലൈൻ എടുക്കുക. പ്രൊജക്ഷൻ ലൈന് മുഴുവനായിട്ട് ഒരേ ലൈൻസ്, എല്ലാ പോയിന്റിൽ നിന്നും ഓരോ ലൈൻസ് കണ്ടോ, എല്ലാ പോയിന്റിൽ നിന്നും ഓരോ ലൈന് മാർക്ക് ചെയ്യുക, നീട്ടി വരയ്ക്കുക. അത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ കട്ടി കുറഞ്ഞ പെൻസിൽ യൂസ് ചെയ്തിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, കട്ടി കൂടിയത് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റ് ഏതാണ്, പ്രൊജക്ഷൻ ലൈൻ ഏതാണെന്നൊന്നും മനസ്സിലാവില്ല. സോ നമുക്ക് കട്ടി കുറച്ചിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, ഇത്രയും നമുക്ക് ലൈൻസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എല്ലായിടും നമ്മൾ പ്രൊജക്റ്റ് ചെയ്തു. ഇനി ടോപ്പിൽ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ടോപ്പിൽ ഒന്ന് ഈ ഒബ്ജക്റ്റ് നോക്കി നിങ്ങൾ പറഞ്ഞു നോക്ക്. ഇവിടെ ഏതൊക്കെ വശം നിങ്ങൾ കാണുന്നുണ്ടോ, ഇവിടെ ഒരു പ്ലെയിൻ കാണുന്നുണ്ട്, പിന്നെ ഇങ്ങനെ ഒരു എൽ ഷേപ്പ്, ഒരു സ്ലാൻഡിങ് ആയിട്ടുള്ളൊരു എൽ ഷേപ്പ് കാണുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ ഒരു എൽ ഷേപ്പ് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പ്ലെയിൻ കണ്ടോ. ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അതെങ്ങനെ നിങ്ങൾക്ക് കാണും, അതാകെ ഫ്രണ്ട് വ്യൂവിൽ മാത്രമേ ഇൻക്ലൈൻഡ് കാണുന്നുള്ളൂ. അതുകൊണ്ട് ടോപ്പിൽ എന്തായിരിക്കും, അത് സ്ട്രെയിറ്റ് ആയിരിക്കും കേട്ടോ. അത് നിങ്ങളെ മനസ്സിലെപ്പോഴും വെക്കുക. ഇൻക്ലൈൻഡ് ലൈൻ നിങ്ങൾ ഏത് വ്യൂവിലാണോ കാണുന്നത്, മറ്റുള്ള 2 വ്യൂവിലും അത് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും. ഓക്കെ, ഇൻക്ലൈൻ ലൈനിൻ്റെ ഏത് വ്യൂവിലാണോ നമ്മൾ കാണുന്നത്, ഫ്രണ്ട് വ്യൂവിലാണെങ്കിൽ ടോപ്പിലും സൈഡിലും സ്ട്രെയിറ്റ് ആയിരിക്കും. ഇനി സൈഡ് വ്യൂവിലാണ് ഇൻക്ലൈൻഡ് കാണുന്നതെങ്കിൽ ഫ്രണ്ടിലും ടോപ്പിലും സ്ട്രെയിറ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഇൻക്ലൈൻ്റെ ഒരു സർഫസ് കാണുന്നത് അത് നമുക്ക് ഫ്ലാറ്റ് ആയിട്ട്, അത് സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ടോപ്പിൽ കാണാം. പിന്നെ ഇവിടെ താഴത്തെ ഈ ഒരു വശം, ഈ ഒരു ഭാഗം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ടോപ്പിൽ കാണാം. അപ്പോൾ അത് കണ്ടിട്ട് റഫായിട്ട് നിങ്ങളൊന്ന് വരച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് അത് റെഡി ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം, ഷീറ്റിലേക്ക് മാറ്റി. ആ ഷീറ്റിൽ ആദ്യം തന്നെ നമ്മൾ വരച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഷീറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ എക്സാമിനേഷൻ തരുന്ന ഒരു പേപ്പറിൽ നിങ്ങൾ ജസ്റ്റ് റഫായിട്ടൊന്ന് വരച്ച് വെക്കുക എന്തൊക്കെ വ്യൂസ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിതിൽ ഒബ്ജക്റ്റ് ഒന്ന് തിരിച്ച് നിങ്ങൾക്ക് കാണിച്ചത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഒബ്ജക്റ്റ് നമുക്ക് ടോപ്പിലേക്കാണ് പോകുന്നത്. കണ്ടില്ലേ, നമ്മൾ പറഞ്ഞ പ്രതലങ്ങൾ, പറഞ്ഞ സർഫസുകളാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സർഫസ് ആയിരുന്നു അല്ലേ, അത് ഇപ്പം സ്ട്രൈറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടോപ്പിൽ നമുക്ക് വരയ്ക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ടോപ്പിൽ ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ ഒരു ലൈൻ കണ്ടോ, നിങ്ങളൊന്നും വേണ്ട, ഇവിടെ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്, അത് വെറുതെ കൊണ്ടുവച്ച് മുട്ടിച്ചാൽ മതി. ഓക്കെ, നമ്മൾ മെഷർമെൻറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ടില്ലേ, പ്രൊജക്ഷൻ ലൈനായി പോയി. ഓക്കെ, ഇവിടെ ഡയമെൻഷൻ ചെയ്യാനുള്ള സ്പേസ് ആണ് ഞാൻ ഇവിടെ കാണിച്ചത്. ഓക്കെ, ഈ ഒരു ഗ്യാപ്പ്, ഫ്രണ്ട് വ്യൂ ടോപ്പിൽ നിന്നുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് നമ്മൾ വിടണം. അടുപ്പിച്ച് വരയ്ക്കരുത്. ഒരു 30 or 40 mm നമ്മൾ വിട്ടിട്ട് വേണം വരയ്ക്കാൻ. ഇനി ബാക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര ദൂരമുണ്ട് അത് നമുക്ക് ഒബ്ജക്റ്റ് നമുക്ക് മനസ്സിലാവും. ഇവിടുന്ന് എത്ര ദൂരമുണ്ട് കണ്ടോ, ഇവിടെ നമുക്ക് 60 mm കണ്ടില്ലേ, ഏറ്റവും താഴെ കാണാം 60 mm എന്ന് കാണാം. കണ്ടില്ലേ, ഈ 60 ആയിരിക്കും ടോട്ടൽ വിഡ്ത്ത്, ഒബ്ജക്റ്റിൻ്റെ വിഡ്ത്ത് 60 mm ആയിരിക്കും. 60 വരച്ചു, പ്രൊജക്ഷൻ ലൈനിൽ മുട്ടിക്കുക, തിരിച്ചും കൊണ്ട് മുട്ടിക്കുക, പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. ഓക്കെ, ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് വരയ്ക്കാൻ തന്നെ ശ്രമിക്കുക കേട്ടോ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഇനി നമുക്ക് ഈ ഒരു ലൈൻ, സ്ലാൻഡിങ് ലൈൻ ഉണ്ട്. സ്ലാൻഡിങ് ലൈനിൻ്റെ നമുക്ക് 2 അറ്റങ്ങൾ നമുക്ക് അറിയാം ഏതാണെന്നുള്ളത് നമുക്ക് അറിയാണ്ടില്ല. ഒന്ന് ഇവിടെയാണ് കണ്ടോ, ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ
ഇതാണ് അല്ലേ, നമ്മൾ 120 വെച്ച് വരച്ച ഒരു പോയിന്റ് കിട്ടിയ പോയിന്റ് അതാണിത്. ഈ പോയിന്റാണ് ഒബ്ജക്റ്റിലെ ഇവിടുത്തെ പോയിന്റ് അല്ലേ. ഇനി ഈ സ്ലാൻഡിങ് ലൈനിൻ്റെ ഈ ഒരു പോയിന്റ്, ഈ പോയിന്റ്, അപ്പോൾ നമുക്ക് ഈ സ്ലാൻഡിങ് ലൈനാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അതിൻ്റെ ഒരു പോയിന്റ് നമുക്ക് കിട്ടി, അടുത്ത പോയിന്റ് ഇവിടെയാണുള്ളത് അല്ലേ, അടുത്ത പോയിന്റ് ഇവിടെയാണുള്ളത്. ആ പോയിന്റാണ് ഒബ്ജക്റ്റിൽ ഇവിടെ കാണിച്ചത് കണ്ടില്ലേ. അത് ഫ്രണ്ട് വ്യൂ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഈ പോയിന്റും ഈ പോയിന്റ് 2 പോയിന്റാണ്. ആ 2 പോയിന്റ് തമ്മിലാണ് സ്ലാൻഡിങ് ലൈൻ ഉള്ളത് കണ്ടില്ലേ. 2 പോയിന്റ് തമ്മിലാണ് ആ സ്ലാൻഡിങ് ലൈൻ വരുന്നത്. അപ്പോൾ അവിടെ 2 പോയിന്റ് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട്. സോ നമുക്ക് ആ ലൈൻസ് ഒന്ന് കൂട്ടിയാൽ മാത്രം മതി. ഒന്ന് ഇവിടെയാണ്, പിന്നെ വരുന്നത് ഈ ലൈനിൽ പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന. ഓക്കെ, ഉണ്ടോ, മനസ്സിലായില്ലേ. ആ സ്ലാൻഡിങ് ആയിട്ടുള്ള പ്ലെയിൻ്റെ 2 പോയിന്റ്, ഒന്ന് ഇതും ഒന്ന് ഇതുമാണ്. ഓക്കെ, ഒന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങോട്ട് വന്ന് സ്ലാൻഡിങ് വെച്ച് നമ്മൾ വരച്ചു. അത് കഴിഞ്ഞു. ഇനി എന്തൊക്കെ നമുക്ക് കാണാം, ഇവിടെ നമുക്കൊരു ഇൻക്ലൈൻഡ് സർഫസ് ഫ്ലാറ്റ് ആയിട്ട് കാണാം അല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു ദൂരം നമുക്കറിയണം. ഇത് എത്ര ദൂരമുണ്ട്, ഈ ഒരു ദൂരം, ഈ ഗ്രീൻ കാണുന്ന കളറിൻ്റെ ആ ഒരു ദൂരം എത്ര ഉണ്ട്, അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നമുക്ക് ഇത് നമുക്കിവിടെ നമ്മുടെ കയ്യിലുണ്ട്. എത്രയാണ് ഇവിടെ 30, കണ്ടോ, ഇവിടെ 30 mm ആണെന്നുള്ളത് കണ്ടോ. 60, ഇത് മൊത്തം 60 ആണ്. 60ൻ്റെ പകുതിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ബാക്കി 30 ആയിരിക്കും ഇവിടെ. അതായത് ഇത് 30 ആണ്, ഇവിടുന്ന് കൂടെ 30 ആണ്. അപ്പോൾ നമുക്ക് 30 mm ആണെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 30 വരച്ചു. 30 വരച്ചിട്ട് നമ്മൾ എങ്ങോട്ട് മുട്ടിക്കണം, എവിടെയാണ് മുട്ടിക്കേണ്ടത്, കണ്ടോ. ആ സ്ലാൻഡിങ് ലൈൻ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്, കണ്ടോ. ഇതാണ് നമ്മൾ സ്ലാൻഡിങ് ലൈൻ തുടങ്ങുന്നത്, അവിടെ കൊണ്ടേ മുട്ടിക്കാം. ഓക്കെ, നേരെ താഴേക്ക്, മനസ്സിലായില്ലേ. അതായത് ഇവിടുന്ന് നമ്മൾ തുടങ്ങിയിട്ട് ഈ പോയിന്റ് തുടങ്ങിയിട്ട് ഈ ലൈൻ ഇങ്ങനെ വരച്ചു. ഈ സ്ലാൻഡിങ് ലൈൻ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കണ്ടു, അത് ഈ പോയിന്റ് വരെയാണ്. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ ഇതാണ്, കണ്ടോ. അപ്പോൾ അവിടെ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് വെച്ച ലൈനിൻ്റെ മുകളിലേക്ക് മുട്ടിച്ചാൽ മതി. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് ഇവിടെ ഒരു ലൈൻ ഉണ്ട് അല്ലേ. ഇവിടെ ലൈൻ നമ്മൾ കാണണം. ഇവിടെ നമുക്ക് ലൈൻ കാണുന്നുണ്ട്, ചെറിയ ലൈൻ കാണുന്നുണ്ട് അല്ലേ. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലാറ്റ് സർഫസിൻ്റെ പ്രൊജക്ഷൻ ലൈനിലേക്ക് മുട്ടിച്ചാൽ മതി, കണ്ടോ. അപ്പോൾ അവിടെ നമ്മളൊരു ലൈൻ വരയ്ക്കാം. ഓക്കെ, ഇത് ഇനി ഇവിടെ നമുക്ക് വരയ്ക്കാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ നമുക്ക് കാഴ്ചയിലുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ലോട്ട് ഉണ്ട്, കണ്ടോ. നമുക്ക് ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട്. സ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഈ 2 ലൈൻ, ഒരു ലൈൻ ഇവിടെയും ഒരു ലൈൻ ഇവിടെയും ഉണ്ട് അല്ലേ. ഈ 2 ലൈൻ നമുക്ക് ടോപ്പ് വ്യൂവിൽ നിന്നും കാണാൻ കഴിയില്ല അല്ലേ. പക്ഷെ അവിടെ 2 ലൈൻ ഉണ്ട്, കണ്ടോ. ഇവിടെ നമുക്ക് 2 ലൈൻ, ഒന്ന് ഇങ്ങനെ പോണ ഒരു ലൈനുണ്ട്, അതുപോലെ ഇങ്ങനെ താഴേക്ക് പോകുന്ന ലൈനുണ്ട്. ആ 2 ലൈൻ നമുക്ക് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യണം. എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യണം, ഡോട്ടഡ് ലൈനിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താക്കുക, ആ സ്ലോട്ടിൻ്റെ പ്രൊജക്ഷനാണ് ഈ ലൈനും ഈ ലൈനും. ഓക്കെ, 1 and 2. അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് വരച്ചാൽ മതി. ഇവിടെ വെച്ച് ഒരു ലൈൻ വരച്ചു, അതുപോലെ ഇവിടെ വെച്ച് ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഡോട്ട് കാണാൻ ഒന്ന് കൂട്ടിയതാണ്. ഓക്കെ, നമ്മളുടെ ഫിഗർ കഴിഞ്ഞു. ഇനി ആ പ്രൊജക്ഷനിലേക്ക് ഒഴിവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടോപ്പ് നമുക്ക് കാണാം, കണ്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു 3D മോഡൽ വരയ്ക്കുന്ന സോഫ്റ്റ്വെയർ ആയിട്ടാണ് അങ്ങനെ ഡോട്ട് ലൈൻ ഇല്ലാത്തത്. ഇവിടെ ആക്ച്വലി അതിനുള്ളിൽ ഒരു സ്ലോട്ട് ഉണ്ട് അല്ലേ, കണ്ടോ. ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ട്. ആ സ്ലോട്ടാണ് നമ്മളിവിടെ എന്താക്കി വരച്ചത്, ഇവിടെ നമ്മൾ ഡോട്ടഡ് ലൈനായിട്ട് വരച്ചത്. നമ്മളുടെ ഇൻക്ലൈൻ ലൈന് മിസ്സായി പോയിട്ടുണ്ട്. ഇൻക്ലൈൻ ലൈൻ അവിടെ മിസ്സായി പോയി, അതൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് വരയ്ക്കുകയാണ്.
അതിനകത്ത് ഇറേസ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പോയതാണ്. ഓക്കെ, ഇതാണ് ഇപ്പോൾ നമ്മളുടെ ടോപ്പ് വ്യൂ. ക്ലിയർ അല്ല സംഭവം. ഇപ്പോൾ ടോപ്പ് ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ടോപ്പ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ടോപ്പിലുള്ള എല്ലാ സാധനവും ഇവിടെ ആയി കഴിഞ്ഞു. അതിൻ്റെ കൂടെ ഈ സ്ലോട്ടിൻ്റെ 2 ഡോട്ടഡ് ലൈനും വന്നു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സൈഡ് വ്യൂ ആണ്. അങ്ങനെ ഉണ്ടാവും സൈഡ് വ്യൂ. നമ്മൾ ഒബ്ജക്റ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നാണ് നോക്കുന്നത് അല്ലേ. റൈറ്റ് സൈഡ് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാം? ഒരു എൽ ഷേപ്പ് കാണാം അല്ലേ. ഇവിടെ ഒരു എൽ ഷേപ്പ് കാണാം. പിന്നെ ഈ ഒരു സ്ലാൻഡിങ് സർഫസ് എങ്ങനെ കാണാം? അത് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കാണാം അല്ലേ. ഈ 2 സാധനം നമുക്ക് കാണുന്നുണ്ടോ? വേറെ ഒന്നും നമുക്ക് കാണുന്നില്ല അല്ലേ. വേറെ പിന്നിലാണ് ഈ ഒരു കട്ടിങ്ങും ഈ ഒരു ഭാഗം ഇല്ലാത്തതൊക്കെ കാണുന്നത്. അത് നമുക്ക് ഈ റൈറ്റ് സൈഡ് നോക്കിയാൽ കാണൂല. അതുപോലെ സ്ലോട്ട് നമുക്ക് റൈറ്റ് സൈഡ് നോക്കിയാൽ കാണൂല. സോ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഡോട്ടഡ് ലൈൻ വരയ്ക്കണം. അപ്പോൾ ആദ്യം നമുക്ക് കാണുന്ന വശങ്ങളൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡ് എങ്ങനെ ഉണ്ടാവും നോക്കാം. വ്യൂ മാറി. ഇതാണ് നമ്മളുടെ ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് വ്യൂ അല്ലേ. ഇതാണ് നമ്മളുടെ റൈറ്റ് സൈഡ് വ്യൂ. ആ റൈറ്റ് സൈഡ് വ്യൂ നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഒരു എല്ലും പിന്നെ ഒരു ഇൻക്ലൈൻഡ് ഭാഗം. ഈ ഇൻക്ലൈൻഡ് സർഫസ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. നമ്മൾ എന്താക്കണം? ഇവിടെ പ്രൊജക്ഷൻ നമുക്ക് ചെയ്യണം. ലൈൻസ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണം. ചെറിയ ഡിസ്റ്റൻസ് 2 തമ്മിലിട്ടോ കണ്ടോ. ഇവിടെ ഈ ഒരു സ്ലോട്ടിൻ്റെ പിന്നെ അതേപോലെ ഇതിൻ്റെ അറ്റം അത് തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ പ്രൊജക്റ്റ് ചെയ്യാം. ഓക്കെ, എല്ലാ പോയിന്റ്സിനും പ്രൊജക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, എല്ലാ പോയിന്റ്സിനും പ്രൊജക്ഷൻ വന്നു. പിന്നെ നമുക്ക് സൈഡ് വ്യൂ ഒന്ന് നോക്കാം, വരയ്ക്കാം. ഇപ്പോൾ സൈഡ് വ്യൂ നമുക്കൊരു എൽ ഷേപ്പാണ് ആദ്യം ഉള്ളത്. ആ എൽ ഷേപ്പ് നമുക്ക് ആദ്യം വരച്ച് നോക്കാം. ഇവിടെ നമുക്ക് കൂട്ടിമുട്ടിച്ചാൽ മതി, വേറെ ഒന്നും നമുക്ക് ചെയ്യണ്ട. ഇനി ഇങ്ങോട്ടേക്ക് എത്ര ഉണ്ട്? നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര ഉണ്ട്? എൽ ഷേപ്പ് ഇതാ 60 ആണല്ലേ. നമുക്കിവിടെ കാണാം ഇവിടെ 60 ആണ്. ഈ ഒരു ലൈന് 60 ആണ്. ആ ഒരു 60 ആണ് ഇപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇവിടെ 60. ഓക്കെ, ഇനി ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് മുട്ടിക്കണം. മുകളിലേക്ക് എവിടേക്കാണ് മുട്ടിക്കേണ്ടത്? ഇതിലേക്കാണോ അല്ലെങ്കിൽ ഇതിലേക്കാണോ? ഏതാണ് മുട്ടിക്കേണ്ടത് നോക്കണമെങ്കിൽ നമുക്ക് പ്രൊജക്ഷൻ നോക്കിയാൽ അറിയാം. കണ്ടോ, ഈ എൽ ഷേപ്പ് ഇവിടെ വന്നിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ താഴത്തെ പ്രൊജക്ഷൻ ലൈനിലാണ് മുട്ടിക്കേണ്ടത്. താഴത്തെ പ്രൊജക്ഷൻ ലൈനിൽ മുട്ടിച്ചു. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ 30 ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പകുതി പകുതിയാണ്ടത് 30. മുകളിലേക്ക് മുട്ടിക്കുക. കഴിഞ്ഞു. ഇവിടെ നമുക്ക് എൽ ഷേപ്പായി അല്ലേ. ഇനി എന്തുണ്ട്? ഇവിടെ ഒരു ഇൻക്ലൈൻഡ് ഭാഗമുണ്ട് അല്ലേ. അതും 30 തന്നെയാണ്. 30. നമ്മൾ നേരെ താഴേക്ക് മുട്ടിക്കുക. സോ ആസ് പെർ നമ്മൾ കാണുന്ന രീതിയിലല്ല ആയി അല്ലേ. പക്ഷേ പിന്നിലൊരു കട്ടിങ് ഉണ്ട് കണ്ടോ. ഇങ്ങനെ കട്ടിങ് ഉണ്ട്, ഒരു ഇൻക്ലൈൻഡ് കട്ടിങ് ഉണ്ട്. അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? സ്ട്രെയിറ്റ് ആയിട്ടാണ് അല്ലേ. അതായത് നമുക്ക് നമ്മളൊന്ന് ലെഫ്റ്റ് സൈഡ് നോക്കി നോക്കാം. കണ്ടോ, ഇവിടെ ഒരു ഇൻക്ലൈൻഡ് ലൈൻ കണ്ടില്ലേ. അത് ലെഫ്റ്റ് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? കണ്ടോ, സ്ട്രെയിറ്റ് ആയിട്ടില്ലേ കാണുന്നത്. അതേപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡ് നോക്കിയാലും സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് ആ ഒരു ഇൻക്ലൈൻഡ് ലൈൻ കാണുന്നത് അല്ലേ. റൈറ്റ് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കണ്ടോ, ഇതാണ് നമ്മുടെ ഇൻക്ലൈൻഡ് ലൈൻ. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടാണ് കാണുന്നത് അല്ലേ. അത് നമ്മൾ കാണിച്ചു കൊടുക്കണം. പക്ഷെ നമുക്ക് ഒബ്ജക്റ്റ് കാണാൻ കഴിയില്ല. നമുക്ക് ഡോട്ടഡ് ലൈനിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ എവിടെയാണ് കട്ടിങ് വരുന്നത്? ഇതല്ലേ ഉണ്ടോ, ഇവിടെയാണ് കട്ടിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊജക്ഷന് നേരെ ഇവിടെ ഇട്ടെടുക്കുക. ഓക്കെ, അത് ഡോട്ടഡ് ലൈൻ ആക്കി. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇനിയുണ്ട് അല്ലേ. എന്താണ്? താഴെ ഒരു സ്ലോട്ട് പോകും. താഴെ സ്ലോട്ട് പോകുമ്പോൾ ഈ ഒരു റൈറ്റ് സൈഡ് നോക്കുമ്പോൾ നമുക്ക്
താഴെയുള്ള ഈ ലൈൻ നമുക്ക് കാണില്ല അല്ലേ, ഈ ഒരു ലൈൻ നമുക്ക് കാണുന്നില്ല. നമുക്ക് നോക്കി നോക്കാം, റൈറ്റ് സൈഡ് നോക്കി നോക്കാം കേട്ടോ. റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ അവിടെ ശരിക്കും അടിയിൽ കൂടെ ഒരു ലൈന് പോകുന്നുണ്ട്, പക്ഷെ നമുക്ക് കാണുന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്താക്കണം, അത് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യണം, ഡോട്ടഡ് ലൈനിൽ കാണിക്കണം. ആ സ്ലോട്ട് കണ്ടോ, സ്ലോട്ടിൻ്റെ എൻഡ് പോയിന്റ് ആണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന ലൈൻ അത് മുഴുവനായിട്ട് നമുക്ക് സ്ലോട്ട് ഉണ്ട് കണ്ടോ, മുഴുവനായിട്ട് സ്ലോട്ട് ഉണ്ട്, ഇതുവരെ സ്ലോട്ട് ഉണ്ട്. ഓക്കെ, ഓക്കെ. അപ്പോൾ നമുക്ക് മൊത്തം നമ്മളിതായി. ഇനിയിപ്പം പ്രൊജക്ഷൻ ലൈൻ നമ്മളൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് സൈഡ് വ്യൂ കണ്ടില്ലേ. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ആ ഒരു ഈ തന്നിരിക്കുന്ന ഇമേജിൻ്റെ ഒരു സൊല്യൂഷനാണ് ഇവിടെ കാണിച്ചത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യൂ വരച്ചു കഴിഞ്ഞാൽ അടുത്ത 2 വ്യൂ വരയ്ക്കുമ്പോൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ടേ വരയ്ക്കാൻ പാടുള്ളൂ. അതുപോലെ ഒബ്ജക്റ്റ് നമുക്ക് കാണുന്ന വശങ്ങൾ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഹിഡൻ പാർട്സ് ഉണ്ടോ നോക്കണം, ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡോട്ടഡ് ലൈനിൽ കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് പ്രീവിയസ് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ 2ാമത്തെ ഫിഗറാണ്. അടുത്ത വീഡിയോയിൽ 3ാമത്തെ ഫിഗറായിട്ട് വരാം. ഓക്കെ, സോ താങ്ക് യു.